ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പും കൊണ്ടാണ് കേട്ടോ. സിമ്പിൾ ആൻഡ് പവർഫുൾ ടിപ്പാണ് ഇന്നത്തെ വീഡിയോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫ്ലോറൊക്കെ നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ആക്കാറുണ്ടല്ലേ. അപ്പം നമുക്ക് എളുപ്പത്തിൽ നമ്മളുടെ പണി തീർക്കാനും അതുപോലെ തന്നെ അതിൻ്റെ കീടാണുക്കളെയും അതുപോലെ തന്നെ അതിലുള്ള അഴുക്കുകൾ വേഗത്തിൽ ഇളക്കി കളയാനും ഒക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുന്നൊരു കിടിലൻ ടിപ്പാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമായിട്ട് നമുക്ക് വെള്ളം തന്നെ ഒരു ബക്കറ്റിലൊഴിച്ച് നമ്മളുടെ ലിക്വിഡ് ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്ലോർ ക്ലീൻ ചെയ്യാനും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ വാഷ് ബേസിനും അതുപോലെ എന്ത് സംഭവങ്ങൾ നമ്മൾ വീട്ടിൽ ക്ലീൻ ആക്കേണ്ട എന്ത് സംഭവങ്ങളാണെങ്കിലും നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഡെറ്റോളാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ലൈറ്റ് ബ്ലൂ കളറ് ഡെറ്റോളാണ് എടുത്തിരിക്കുന്നത്. മെന്തോൾ കൂൾ എന്നാണ് എൻ്റെ ഒരു നല്ല സ്മെല്ലാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഡെറ്റോൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴത്തേനും ഒരു നല്ലൊരു സ്മെല്ല്, പ്ലസൻറ്റ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡെറ്റോൾ വാങ്ങിച്ച് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 അടപ്പ് ഡെറ്റോളാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഡെറ്റോളാണെന്നേ ഉള്ളൂ. ഡെറ്റോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ വീട്ടിൽ ഏതാണോ നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ലോഷൻ, അത് നമുക്ക് ഇതുപോലെ 2 അടപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂണാണ് അളവെന്ന് നോക്കുമ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ചേർക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു സംഭവമാണ് ഉപ്പ്. അല്ലേ, ഉപ്പില്ലാത്ത ആരുടെയും വീട് കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഉപ്പാണ് കേട്ടോ പിന്നീട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്. ഞാനിവിടെ പൊടിയുപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മളുടെ അടുത്ത് കല്ലുപ്പുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഉപ്പ് ചേർക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉറുമ്പ് ശല്യം അതുപോലെ തന്നെ നമ്മളുടെ കീടാണുക്കളുണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിക്കാൻ ഈ ഉപ്പ് ഒരുപാട് സഹായകമായിരിക്കും. അതുപോലെ തന്നെ ഈ പാറ്റയുടെ ശല്യമുള്ളവരും ഒച്ചിൻ്റെ ശല്യമുള്ളവരും ഒക്കെ കാണുമല്ലേ. അപ്പോൾ പല വിധത്തിൽ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഉപ്പ് ഒരുപാട് നമ്മളെ സഹായിക്കും. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ. കല്ലുപ്പാണെങ്കിലും പൊടിയുപ്പാണെങ്കിലും 1 ടീസ്പൂൺ മതിയാകും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ കലക്കിയിരിക്കുന്നത്. നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് നമ്മളുടെ വെള്ളത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. ബക്കറ്റിലെടുക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താലും മതിയാകും. ഞാനിവിടെ ഒരു 4 ലിറ്റർ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള അളവാണ് കേട്ടോ ഈ ലിക്വിഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുമ്പോഴും അതൊന്ന് ശ്രദ്ധിക്കുക, വെള്ളത്തിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇത് അപ്പോഴത്തെ ഉപയോഗത്തിന് ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്, കൂടുതൽ ഇഫക്റ്റീവായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഈ ഒരു ലിക്വിഡ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളാണല്ലേ, വളരെ സിമ്പിളാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഫ്ലോറൊക്കെ ക്ലീൻ ആവുകയും ചെയ്യും. ട്രൈ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനി ആ ലിക്വിഡ് ഒന്ന് നമ്മളുടെ വെള്ളത്തിലേക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇനി ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത് ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ എണ്ണമയമൊക്കെ നമ്മളുടെ ഫ്ലോറിൽ വീഴുവാണെങ്കിൽ അത് ഒഴിവാക്കാനായിട്ടും നന്നായിട്ട് നമ്മളെ സഹായിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സിന്തറ്റിക് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സാധനമാണല്ലേ. നല്ല രീതിയിൽ ക്ലീനിങ്ങിന് നമ്മളെ ഒരുപാട് സഹായിക്കും നമ്മളുടെ വിനാഗിരി. അതും ഞാനൊരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിനാഗിരിയും കൂടെ ചേർത്തതോടുകൂടി നമ്മളുടെ ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള വാട്ടർ ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇനി നമുക്ക് നമ്മളുടെ ക്ലീനിങ് തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല വൃത്തിയായിട്ടുള്ളൊരു മോപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം മോപ്പ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോഴും നല്ല ക്ലീനായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വേണം കേട്ടോ സൂക്ഷിക്കാനായിട്ട്. വെയിലത്ത് വെച്ച് ഉണക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തെ അണുക്കളൊന്നും നശിക്കാൻ ചാൻസ് ഇല്ല. അപ്പം ഇതുപോലെ ക്ലീനാക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മളുടെ ഫ്ലോറിൽ അത് നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ മോപ്പ് ഇതിനകത്ത് നമ്മൾ ആ ലിക്വിഡിനകത്ത് മുക്കിയല്ലോ, അതിനുശേഷം തുടച്ചതിന് ശേഷം വീണ്ടും നല്ല വെള്ളത്തിൽ ബക്കറ്റിലെ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വേണം കേട്ടോ പിന്നീട് നമുക്ക് അടുത്ത തവണ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് ഈ ഒരു മോപ്പ് ഈ ഒരു ബക്കറ്റിൽ മുക്കാൻ പാടുള്ളൂ. അതായത് നമ്മൾ തുടച്ചതിന് ശേഷം ഒരു കാരണവശാലും നേരിട്ട് നമ്മളുടെ ഈ ഒരു ക്ലീനിങ് ലോഷനിലേക്ക് നമ്മളുടെ മോപ്പ് മുക്കാൻ പാടില്ല. ആ മോപ്പ് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം വേണം നമുക്ക് വീണ്ടും നമ്മളുടെ ക്ലീനിങ് ലോഷനിൽ മുക്കി തുടയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. എങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമ്മളുടെ ആ ഒരു തറയ്ക്കൊക്കെ കിട്ടത്തുള്ളൂ. അതും ഒന്ന് ശ്രദ്ധിക്കാൻ മറക്കല്ലേ.
പിന്നീട് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ക്ലീനിങ് ചെയ്യാനുള്ള കുറച്ച് ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി നമ്മളുടെ വീട് തുടയ്ക്കുവാണെങ്കിൽ നമ്മളുടെ പണി വളരെ സിമ്പിളായിരിക്കും അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ 2, 3 ദിവസവും 4 ദിവസവും കൂടി തുടയ്ക്കുവാണെങ്കിൽ അത് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ തൂക്കുന്ന കൂടെ തന്നെ നമ്മൾ തുടച്ചും പോവുകയാണെങ്കിൽ സിമ്പിളായിരിക്കും. നമ്മളുടെ വീട്ടിലെ പണികൾ എളുപ്പം തീരുകയും ചെയ്യും. അധികം കഷ്ടപ്പാടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മളുടെ വീട് എപ്പോഴും ക്ലീനാക്കി ഇടാനും സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും വന്ന് വീഡിയോസൊക്കെ കാണുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല ടിപ്പുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.